പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. എന്നെ സൗഖ്യമാക്കും ക്ഷമായഹോവാ, എങ്ങും അവനുണ്ട്. യഹോവാ എന്നെ സൗഖ്യമാക്കും ക്ഷമായഹോവാ, എങ്ങും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഒരു പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്വന്തമാണ്. ബലഹീനനായിരിക്കാം, കുറവുണ്ടായിരിക്കാം, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കർത്താവിൻ്റെ അഭിഷിക്തനെ ഞോണ്ടാൻ പോയാൽ അത് അപകടമാണ്. എത്ര മിടുക്കനോ ബുദ്ധിശാലിയോ ഉന്നതനോ ഡിഗ്രിയുള്ള വ്യക്തിയോ സമ്പന്നനോ ആയിക്കൊള്ളട്ടെ, കർത്താവ് കണക്ക് ചോദിച്ചിരിക്കും. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 15 വർഷം പുറകിലാണ് ഒരു സ്ഥലത്ത് ധ്യാനത്തിൽ വന്നപ്പോൾ, ഒരു ഇടവക ധ്യാനമാണ്. ധ്യാനത്തിൽ വന്നപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കുടുംബത്തിന് വേണ്ടി, തകർന്ന കുടുംബം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ സംഘാടകർ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി. സംഘാടകരോട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നു. ഒരു 15 വർഷം പുറകിലാണ്. അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടുംബം ഇങ്ങനെ ഒത്തിരി തകർന്ന ഒരു കുടുംബമാണ്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. 2000 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന ഒരു കുടുംബം. 2000 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന ഒരു കുടുംബം. അന്ന് ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ലാസ്റ്റുള്ളത് 3-4 ഏക്കർ സ്ഥലമോ, ബാക്കി മൊത്തം വിറ്റ് തീർന്നു പോയി, എല്ലാം നശിച്ചു പോയി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് ശക്തമായൊരു സന്ദേശം നൽകി. കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ട്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതൊരു സന്ദേശം ഇതാണ്, കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ട്. അഭിഷിക്തരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ ആ മകൻ പറയുകയാണ്, ബ്രദറെ, ഞങ്ങൾ 5-6 ആൺമക്കളാണ്, അപ്പനുണ്ട്. അപ്പോൾ സമ്പത്തിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ പ്രൗഢിയിൽ ജീവിക്കുന്ന കാലം അപ്പനാണ് പള്ളിയിലെ മെയിൻ ആള്. അപ്പൻ പറയുന്നതിനപ്പുറം പള്ളിയിൽ നടക്കാൻ വേണ്ടി, കാരണം 10,000 ഏക്കർ വസ്തുക്കളും ഇതൊക്കെ വലിയ സമ്പന്നല്ലേ. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയായത്. ഒരു ദിവസം എന്തോ പള്ളിയിൽ അച്ഛനുമായിട്ട് എന്തോ പറഞ്ഞ് ഈ സമ്പന്നനായ വ്യക്തി പെശകി. ഈ മകൻ പറയാണ്, എൻ്റെ അപ്പൻ അച്ഛൻ്റെ ഉടുപ്പിന് പിടിച്ച് തള്ളി. അച്ഛനും അങ്ങോട്ട് പ്രായമുള്ള അച്ഛനെ ഉരുണ്ട് വീണു, അച്ഛനെ ചവിട്ടി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ മകൻ പറയുകയാണ്, എൻ്റെ അപ്പൻ അച്ഛനോട് ചവിട്ടി എന്ന് പറഞ്ഞു. പിന്നീടുള്ളത് ഇവിടെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കഥകളാണ്. എല്ലാം തീർന്നു. 2000 ഏക്കർ സ്ഥലമുണ്ടായിരുന്നവർക്ക് അവസാനം വന്ന് ഇപ്പോൾ 3-4 ഏക്കർ സ്ഥലമേ ഉള്ളൂ. മുഴുവൻ വിറ്റ് നശിച്ചു പോയി. വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ. ആ മകൻ പറയുകയാണ്, എൻ്റെ സഹോദരന്മാരൊക്കെ മദ്യത്തിനടിമകളാണ്. തകർന്ന് മൊത്തം തീർന്നു പോയി. ഹല്ലേലൂയ. ഇതുപോലെ ഒത്തിരി സംഭവം എനിക്ക് പറയാനുണ്ട്. അനുഭവങ്ങൾ ഇതുപോലെ തീർന്നുപോയ കുടുംബമാണ്. കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവച്ചിട്ട് തീർന്നുപോയ അനേക കുടുംബങ്ങളുണ്ട്. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് ആരും. ഹല്ലേലൂയ. ഈ തൃശ്ശൂർ നടന്ന ഒരു സംഭവം ഞാൻ പങ്കുവയ്ക്കാം. ഈ അടുത്ത നാളില് ഒരു ഇടവകയിൽ ധ്യാനം നടക്കുമ്പോൾ ഇതുപോലെ സഭയെക്കുറിച്ച് ക്ലാസ് പങ്കുവെച്ചു. പിറ്റേ ദിവസം അനേകർ അവിടുത്തെ വികാരിയച്ഛൻ്റെ എടുക്ക് ചെന്ന് ക്ഷമ ചോദിച്ച് കാലെ വീഴാൻ ചെന്നു. അക്കൂട്ടത്തിൽ പിറ്റേ ദിവസം പോയി വികാരിയച്ഛൻ്റെ കാലെ വീണ ഒരു മകൻ പങ്കുവെച്ചതാ. ആ മകനും
അവൻ്റെ കൂട്ടുകാരുമൊക്കെ, അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട്, സമ്പന്നനാണ്, ഇപ്പൊ കോടിക്കണക്കിന് കടബാധ്യതയാ. ഒരു ദിവസം പള്ളിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് കൂട്ടുകാരുമൊക്കെ കൂടി നന്നായിട്ട് മദ്യപിച്ച് ബഹളം വെച്ചു. വികാരിയച്ഛൻ ഈ മകന്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ ഇതുപോലെ കള്ളു കുടിച്ചൊക്കെ ബഹളം ഒക്കെ എന്ന് പറഞ്ഞു. അപ്പൻ മകനെ വഴക്ക് പറഞ്ഞു. ഈ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? പിറ്റേ ദിവസം നന്നായിട്ട് മദ്യപിച്ചിട്ട് വികാരി അച്ഛന്റെ മുറി കയറി അച്ഛനെ തെറി വിളിച്ചു. തൃശ്ശൂർ രൂപതയിലെ കാര്യമാണ് പറയുന്നത്. വികാരി അച്ഛന്റെ മുറി കയറി ശരി കൂടുപാട് തെറി വിളിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ധ്യാനമൊക്കെ കൂടി മര്യാദക്കാരനായി. കോടിക്കണക്കിന് രൂപ കടബാധ്യത ഉണ്ടായിരുന്ന തൃശ്ശൂരെ ബിസിനസ്സൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണമായി. കോടികൾ കടബാധ്യത തീർന്നിട്ട് ഇപ്പം മര്യാദക്കാരനായി. അന്ന് സഭയുടെ ക്ലാസ് കേട്ട മകൻ പിറ്റേ ദിവസം രാവിലെ പോയി വികാരിയച്ഛൻ്റെ കാലിൽ വീണു. വിശ്വാസ സമൂഹമേ, ഓർത്തുകൊള്ളുക, കർത്താവിൻ്റെ അഭിഷക്തനെ കരുതേച്ചാൽ നാട്ടുകാർ നിന്നെ കരുതേക്കും. പിശാച് നിന്നെ വിടത്തില്ല. പിശാചിനൊരു ലക്ഷ്യമുണ്ട്. എന്നെയും നിങ്ങളെ തകർക്കാൻ വേണ്ടി എളുപ്പ വഴിയാ. നമ്മൾ വൈദികരെ വിമർശിക്കാനും സഭയെ ആക്ഷേപിക്കാനൊക്കെ ഇറങ്ങി തിരിച്ചാൽ മതി. പിശാചിന് എളുപ്പമായി നമ്മളെ തീർക്കാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ സഭയ്ക്കെതിരെ കേസ് കൊടുക്കുക, സഭാപിതാക്കന്മാരെ ആക്ഷേപിക്കുക, വൈദികരെ അപമാനിക്കുക, വൈദികരെ അധിക്ഷേപിക്കാൻ നോട്ടീസ് ഇറക്കുക, ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ച വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഞങ്ങൾ വേദനിപ്പിച്ച വൈദികര് ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് അച്ഛനോട് മാപ്പ് ചോദിക്കണം. അച്ഛാ, തെറ്റിപ്പോയി, ഇങ്ങനൊക്കെ സംഭവിച്ചത് മാപ്പ് തരണം. മുട്ടയിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് മേടിച്ചാൽ മതി. കെട്ടിയാൽ കെട്ടിയതാണ്, അഴിച്ചാൽ അഴിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ ഗൗരവമേറിയ ഒരു മേഖലയാണ്. പക്ഷെ വിശ്വാസികൾ ഇത്രയൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 31 വർഷത്തെ അനുഭവത്തിലാണ് ഇത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് സഭയ്ക്കെതിരെ, അഭിഷിക്തനെതിരെ കരമുയർത്തരുത്, കൊമ്പുയർത്തരുത്. അഹങ്കാരത്തിന്റെ വാക്കുകൾ അഭിഷിക്തർക്കെതിരെ സംസാരിക്കരുത്. വളരെ നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇനി ചിലർക്ക് വൈദികരെ പുച്ഛമാണ്. വാ തുറന്ന വൈദികരെ വിമർശിക്കും, ആക്ഷേപിക്കും. ഇതാണ് പരിപാടികൾ. ഇങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികൾ സഭയ്ക്കെതിരെ ജീവിതകാലം മുഴുവൻ സഭയ്ക്കെതിരെയാണ് പ്രവർത്തിച്ചിട്ടുള്ളൂ. മരിച്ചു കഴിയുമ്പോൾ മക്കളോടി പള്ളിക്കൽ വരും, അച്ഛാ അപ്പൻ മരിച്ചു. വികാരിയച്ഛന് ശവസംസ്കാരം നടത്തി കൊടുത്തേ പറ്റുള്ളൂ, അല്ലെ പിന്നെ അതിൻ്റെ പേര് പ്രശ്നമാണ്. ശവസംസ്കാരത്തിന്റെ സമയമൊക്കെ തീരുമാനിച്ചു. ശവസംസ്കാരം കഴിഞ്ഞു. കുഴിച്ചിടാൻ പ്രാർത്ഥിക്കാൻ വികാരിയച്ഛൻ വേണം. 7 വെക്കാൻ അല്ലെ 41 വെക്കാൻ വികാരിയച്ഛൻ വേണം. 1-ാം ചരമവാർഷികത്തിന് കുർബാന ചൊല്ലി ജീവിതത്തിൽ ഒരിക്കൽ പോലും വൈദികരെ സഭയെ സ്നേഹിക്കാത്ത ഈ അപ്പനെ സ്വർഗത്തിൽ കയറ്റിവിടാൻ 1-ാം ചരമവാർഷികത്തിനും കുർബാന ചൊല്ലാൻ വികാരിയച്ഛൻ വേണം. അതിനൊക്കെ കൊള്ളാം, അതിനൊക്കെ വികാരിയച്ഛനെ കൊള്ളാം. എന്താ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് കുഞ്ഞുകളിയാണെന്നാണോ? കുഞ്ഞുകളിയൊന്നുമല്ല. ഇത് ഇച്ചിരി ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ സഭ ക്രിസ്തുവിൻ്റെതാ. ഈ സഭയുടെ കാര്യം നോക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഭയെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ അഭിഷിക്തൻ വീണാൽ പടക്കം പൊട്ടിക്കാൻ പോകരുത്, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകരുത്. ആർക്കെങ്കിലും ഒരു വീഴ്ച ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് ജപമാല എടുത്ത് മുട്ടയിൽ നിന്ന് വൈദികർക്ക് വേണ്ടി, സന്യാസികൾക്ക് വേണ്ടി, വചനം പങ്കുവയ്ക്കുന്ന ആത്മാവിനൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ആരെങ്കിലും തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഉടനെ മുട്ട നിൽക്കണം, കൊന്തെടുത്ത് പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ ഉപവാസമൊക്കെ എടുത്തു നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ അഭിഷിക്തനെ തേജോവധം ചെയ്യുന്ന ഒരു പരിപാടിക്കും വിശ്വാസികൾ കൂട്ടുനിൽക്കരുത്. ഹല്ലേലൂയ. മനസ്സിലെ പകയും വഞ്ചനയും ഇനിയെങ്കിലും നീ വെടിയൂ. നിങ്ങളെല്ലാം
മകനേ